സ്നേഹമുള്ളവരെ, മഞ്ഞു വീഴുന്ന പുലർക്കാലവേളകളുള്ള ഒരു ക്രിസ്മസ് കാലഘട്ടം കൂടി നമ്മുടെ അടുത്തേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. എല്ലാ ക്രിസ്മസ് കാലഘട്ടങ്ങളിലും എൻ്റെ ഉള്ളിലേക്ക് കടന്നു വരുന്ന ഒരു കഥയുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള ഒത്തിരിയേറെ സന്ദേശങ്ങൾ നൽകുന്ന ഒരു കഥ. 80 വയസ്സായ അപ്പൻ്റെ ജന്മദിനം ആഘോഷിക്കാനായിട്ട് വിദേശത്ത് നിന്ന് എത്തിച്ചേർന്ന 4 മക്കളുടെ കഥ. അപ്പന് പ്രായമായി വിദേശത്തുള്ള 4 ആൺമക്കളും വീട്ടിലേക്ക് എത്തിച്ചേർന്നു. എല്ലാവരും രാത്രി ഒരുമിച്ച് കൂടുന്നിടത്ത് മൂത്ത മകൻ ഒരു നിർദ്ദേശം വെച്ചു. നമുക്ക് ഈ വർഷം അപ്പൻ്റെ 80ാം ബർത്ത്ഡേ ആണ്, 80ാം ജന്മദിനമാണ്. അത് കാര്യമായിട്ട് നമുക്ക് ആഘോഷിക്കണം. അപ്പം അതുകൊണ്ട് അപ്പൻ്റെ ഈ ജന്മദിനത്തിനായിട്ട് ഒത്തിരി പേരെ വിളിച്ച് നമുക്ക് ഇത് കാര്യമായി ആഘോഷിക്കാം. അപ്പം അതിന് വേണ്ട കാര്യങ്ങൾ നമുക്കിപ്പോൾ ചർച്ച ചെയ്യാം. എല്ലാവരും അത് സമ്മതിച്ചു. മൂത്ത മകൻ പറഞ്ഞു, അപ്പൻ്റെ ബന്ധുക്കളും നമ്മുടെ പരിചയക്കാരും ജോലിയിൽ ഒപ്പം ആയിരിക്കുന്നവരെല്ലാവരെയും നമുക്ക് വിളിക്കണം. അപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെ മൂത്ത മകനായി ഞാൻ നിർവഹിക്കാം. അപ്പോൾ രണ്ടാമത്തെ മകൻ പറഞ്ഞു, അവരൊക്കെ വിളിക്കുമ്പോൾ നല്ല ഭക്ഷണം കൊടുക്കണം. അപ്പോൾ ഭക്ഷണം അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ രണ്ടാമത്തെ മകനായ ഞാൻ അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാം. മൂന്നാമത്തെ മകൻ പറഞ്ഞു, ഇവരൊക്കെ വിളിക്കുമ്പോൾ നമ്മുടെ ഈ വീട് വളരെ മനോഹരമായിട്ട് അലങ്കരിക്കണം. അപ്പോൾ വീടിൻ്റെ കാര്യങ്ങളൊക്കെ, അത് അലങ്കരിക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തുകൊള്ളാം. നാലാമത്തെ മകൻ ഈ 3 പേരും പറയുന്നത് കേട്ട് അപ്പനെയും നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. നാലാമത്തെ മകൻ പറഞ്ഞു, നിങ്ങളൊന്ന് അപ്പനെ നോക്കിയേ. അപ്പൻ്റെ മുഖത്ത് ഒത്തിരിയേറെ ചുളിവുകൾ വീണു. അപ്പൻ്റെ കണ്ണിന് കാഴ്ചയില്ല. നമ്മൾ പറയുന്നതൊക്കെ അപ്പൻ ഇങ്ങനെ കൂർത്ത ചെവിയുമായിട്ട് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് കേൾവിയും നഷ്ടപ്പെട്ടു പോയി, കൈയൊക്കെ വിറയ്ക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു അവസരത്തിൽ എങ്ങനെയാണ് അപ്പനെ മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ കാണിച്ചു കൊടുക്കുക? അപ്പം അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മുടെ വീടിന് പുറകിലുള്ള തൊഴുത്തിൽ ഇപ്പോൾ പശുക്കളൊന്നുമില്ല. ആ തൊഴുത്തിൽ അപ്പനെ ഇരുത്തിക്കൊണ്ട് നമുക്ക് അപ്പൻ്റെ പിറന്നാൾ ആഘോഷിക്കാം. അങ്ങനെ അപ്പൻ്റെ 80ാം പിറന്നാൾ അപ്പനെ തൊഴുത്തിലിരുത്തി മക്കൾ കാര്യമായിട്ട് ആഘോഷിച്ചു. കഥ ഇവിടെ അവസാനിക്കുകയാണ്. വലിയൊരു സന്ദേശം ഈ കഥ ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ നമുക്ക് നൽകുന്നുണ്ട്. അപ്പനെ തൊഴുത്തിലിരുത്തി മക്കള് ബർത്ത്ഡേ ആഘോഷിച്ചതുപോലെ നമ്മുടെ ഉണ്ണീശോയെ വീണ്ടും നമ്മൾ തൊഴുത്തിലിരുത്തി നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കാനായിട്ട് പോവുകയാണ്. ഇത് ക്രിസ്തുമസ് ആണ്, അല്ലാതെ ക്രിസ്തു മിസ്സാകുന്ന ഒരു കാലഘട്ടം ആകാതിരിക്കാനായിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം. നമ്മുടെ ഈ ഒരു ക്രിസ്മസ് കാലഘട്ടത്തിൽ നമ്മുടെ കൂടെ എല്ലാം ഉണ്ട്. ക്രിസ്മസ് കരോളുണ്ട്, ക്രിസ്മസ് സാന്താക്ലോസ് ഉണ്ട്, കേക്കുണ്ട്, മനോഹരമായ ക്രിസ്മസ് ഫ്രണ്ട്സ് ഉണ്ട്, ഗിഫ്റ്റുകളുണ്ട്, മനോഹരമായ പുൽക്കൂടുകളുണ്ട്. പക്ഷേ ഉണ്ണീശോ മാത്രമില്ലാത്ത ഒരു കാലഘട്ടമായിട്ട് ഇന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം. ഈശോ മിസ്സാകാത്ത ഒരു ക്രിസ്മസ് ആയിട്ട് ഇതിനെ മാറ്റാം. അതിനായിട്ട് സർവേശ്വരൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.